ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അശ്വതി സജിൻ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റിൻ്റെ ബേസിസിലാണ്. താങ്ക് യു അശ്വതി. ഏറ്റുമാനൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. ഓക്കെ, അതല്ല ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ഇനി ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിംഗ്. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, ഏറ്റുമാനൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 1 എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ Ace of Swords. Next വന്നിട്ട് 4 of Wands, 3 of Cups, വളരെ പോസിറ്റീവ് എനർജീസ് ആണ്. King of Swords, 8 of Pentacles, Queen of Swords. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി കണക്ഷൻസ് പറയുന്നത് Ace of Swords എനർജിയാണ്. King of Swords, ക്വീൻ ഓഫ് സോർട്സ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് കണക്ഷൻസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പുതിയൊരു ഈ ഏസ് ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും പുതുമയാണ് കാണിക്കുന്നത്. ന്യൂ ഐഡിയാസ്, ക്ലാരിറ്റി ലൈഫിലേക്ക് വരുന്നുണ്ട്. പല കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പല സത്യസന്ധമായിട്ടുള്ള പല അഭിപ്രായങ്ങളും പലരിൽ നിന്ന് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പുതിയ പുതിയ സംരംഭം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സംഭാഷണങ്ങൾ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ വെറുതെ ഒരാൾ അഭിപ്രായം ചോദിക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് വെറുതെ പറയുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ നന്നായിട്ടുണ്ട് എങ്കിൽ നന്നായിട്ടുണ്ട്, ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ ചെയ്തത് നന്നായി എന്നുള്ളതും, അതേസമയം ഇങ്ങനെ ചെയ്തത് കുറച്ചും കൂടി ഈ രീതിയിലേക്ക് മാറ്റി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വെറുതെ വാഗുകൊണ്ട് പറയുന്നത്, കുറ്റം പറയാനായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ വെറുതെ നല്ലതാണെന്ന് പറയുന്നതോ ഒന്നുമല്ല, മറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ളൊരു മുന്നോടി ആണ് ഈ ഒരു ജീവിത വിജയത്തിലേക്ക് പോകാൻ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ജീവിതത്തെ സംബന്ധിച്ച് കിട്ടുന്നു. പുതിയ പുതിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ കൂടിയിട്ടാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെ അത്ഭുതകരമായിട്ടുള്ള സാഹചര്യം, വണ്ടർഫുൾ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഓണസ്റ്റ് ആയിട്ടിരിക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് വളരെ ഓണസ്റ്റായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ട് 4 of Wands എനർജിയാണ്. 4 of Wands എനർജി കണക്ഷൻസ്, ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ഒത്തുകൂടലിൻ്റെ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്, നല്ലൊരു പ്രോസ്പെറിറ്റി കാണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു പക്ഷേ ചില ആളുകൾ വിവാഹം നടക്കുന്ന ഒരു സമയമായിരിക്കാം. ഈ വർഷം വരുന്ന വർഷം നിങ്ങളുടെ ലൈഫിൽ വിവാഹം സംഭവ്യമാകുന്നു എന്നുള്ളതാവാം. നല്ലൊരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റിയും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. സ്റ്റെബിലിറ്റി അടുക്കും ചിട്ടയുമില്ലാതെ ഒരു ജീവിതം, ഒരു പക്ഷേ ഒരു സിംഗിൾ ലൈഫ് നിങ്ങളിതുവരെ ജീവിച്ചിട്ടുണ്ടാവുമ്പോൾ പക്ഷേ നമ്മൾ ചില ആളുകൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ്, അപ്പോൾ പലതിനും റെസ്പോൺസിബിലിറ്റീസ്, ഡിസിപ്ലിൻ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലൈഫ് ഒന്നും കൂടി സ്റ്റേബിൾ ആവുന്ന പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ
ബന്ധങ്ങളിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ലൈഫിലൊരു എൻജോയ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്, അതേസമയം തന്നെ ഒരു അടുക്കും ചിട്ടയും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിലകൊള്ളാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നല്ല സൗഹൃദങ്ങൾ, നല്ല ഫാമിലി മെമ്പേഴ്സുമായിട്ട് നല്ല കണക്ഷൻസ്, അതേപോലെ തന്നെ ടൈം എടുത്ത് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന സമയം കാണിക്കുന്നുണ്ട്. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, പല നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ റിലീസ് ചെയ്യാനും കൂടി പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ളതൊന്നും പൂട്ടി വയ്ക്കാതെ പുറത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സന്തോഷം, ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് ചുറ്റും കാണിക്കുന്നത്. സെലിബ്രേഷൻ, സക്സസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെലിബ്രേഷൻ, സക്സസ്, നൃത്തവും സംഗീതവും ഒക്കെ ചുറ്റുപാടിലും കാണിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 3 of Cups എനർജി ആണ്. അഗെയിൻ 3 of Cups ആൻഡ് 4 of Wands എനർജി ഒരു സെലിബ്രേഷൻ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും 3 of കപ്സ് എനർജിയുടെ മറ്റൊരു പ്രത്യേകത ഒരു തരത്തിലുള്ള സെലിബ്രേഷൻ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ കണക്ഷൻ കൂടുതലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒത്തുചേരലാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഒത്തുചേരലാവാം. ചില ആളുകളുടെ മാരേജ് സിറ്റുവേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ മാരേജ് റെഡി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ബാച്ചിലേഴ്സ് പാർട്ടി അല്ലെങ്കിൽ സിംഗിൾസ് പാർട്ടിയൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടാവാം. ഇവിടെ ചില ആളുകൾ ഒരു സോൾ കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട്. സോൾ കോൺട്രാക്ട് കണക്ഷൻസ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്, അങ്ങനത്തെ എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കണക്ഷൻസ് നമ്മൾ പറയില്ലേ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ചില സൗഹൃദങ്ങൾ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ അതായത് ഫ്രണ്ട്ഷിപ്പ് ഫാമിലിയേക്കാൾ വലുതായിരിക്കും എന്നുള്ളതാണ്. അത്രയും കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക്, അതായത് അവർ ജീവിച്ചിരിക്കുന്നത് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സൗഹൃദം, ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഫ്രണ്ട്സ് ആർ ദ ഫാമിലി ദാറ്റ് വി ചൂസ് എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലി നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഫാമിലി ദാറ്റ് വി ചൂസ് എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു ചോസൺ ഫാമിലി നമ്മളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ദ ബെസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് ഓഫ് ദ ടൈംസ്, അങ്ങനത്തെ ഒരു കമ്പാനിയൻഷിപ്പ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ എനർജി സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട്, അതായത് ബന്ധങ്ങളിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ, പുതിയ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യം മുന്നോട്ടേക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് 8 of Pentacles എനർജി, ആ ഒരു കണക്ഷൻ, കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് എനർജി ക്രോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കിങ് ഓഫ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ്റെ ആ ഒരു അതിലേക്കുള്ളൊരു കണക്ഷനിലേക്ക് കൊണ്ടുവരുന്നൊരിത് 8 of Pentacles എനർജിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല പല പരീക്ഷണങ്ങളും നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി, അതായത് കിങ് ആണോ ക്വീൻ ആണോ എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട്. അപ്പോൾ കിങ് ആൻഡ് ക്വീൻ എനർജി എന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊരു ജെൻഡർ സ്പെസിഫിക് അല്ല ടാരോ എന്നുള്ളത് സ്ഥിരം കേൾക്കുന്നവർക്കാണെങ്കിൽ അറിയാം. പക്ഷേ ആ ഒരു എനർജിയിൽ ഉള്ള ഡിഫറൻസസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 8 of Pentacles എനർജി കണക്ഷൻസ് നിങ്ങളിലേക്ക് വരുന്നത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്നതായിക്കോട്ടെ, പുതിയ കോഴ്സസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി വിദ്യാർത്ഥികളായിരിക്കണമെന്നില്ല, നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ദിസ് ഇസ് അബൌട്ട് മാസ്റ്ററിങ് ന്യൂ സ്കിൽസ്, ബിക്കമിങ് ആൻ എക്സ്പേർട്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പേർട്ടായി തീരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു, ലൈഫിൽ പ്രോഗ്രസ് ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പേഷ്യൻസ് ഉണ്ടാകുന്നു, ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പെർസീവറൻസ് ആണ്. ലൈഫിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ജീവിത വിജയം നേടണമെങ്കിൽ അതിൽ പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ ഒരു
പെർഫെക്റ്റ് എനർജി, നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ പലരും നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന, അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നില്ല. അതായത് ജോലി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി അല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ലൈഫിൽ മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ ടു സംതിങ് മോർ ഇൻസ്പയറിങ്. കാരണം ഈ ഒരു ജോലി നിങ്ങളെ ഇനിയും ഇൻസ്പയർ ചെയ്യുന്നില്ല എങ്കിൽ മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകുന്നത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന സംതിങ് മോർ ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ജോലിയാകാം, ബിസിനസ് ആവാം, മറ്റെന്തെങ്കിലും ആകാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, വിദ്യാഭ്യാസമായാലും ജോലിയായാലും മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഇൻസ്പയറിങ് യു എനിമോർ എങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമായിട്ട് മുന്നോട്ടേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. നമ്മൾ ഒരു പരിധിവരെ ആഗ്രഹിച്ച ലെവലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. ഡോണ്ട് വെയിറ്റ്, ഒത്തിരി ഓവറായിട്ട് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ കിങ് ഓഫ് സോട്സ് എനർജിയാണ്. ഈ ഒരു കിങ് ഓഫ് സോട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളൊരു നെഗറ്റീവ് സൈഡ്, ഓരോ കോയിനും രണ്ട് സൈഡ് ഉണ്ടാവുന്നു പറയുന്ന പോലെ അതിന് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻ്റലിജൻ്റ് ആകുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിൽ വരും. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ പറയുമ്പോൾ പുതിയ ചോദ്യം അഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങും എത്താതെ പോകും. അപ്പോൾ ഇൻ്റലിജൻസ് അല്ല, വിസ്റ്റം കൂടിയാണ് ഇവിടെ വേണ്ടത്. കാരണം അതായത് നമ്മൾ വിവേകം വേണം, പല കാര്യങ്ങളും ക്ലിയർ തിങ്കിങ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് അതാണ്. അതായത് ബ്ലെൻഡിങ് ദ വിസ്റ്റം ആൻഡ് ഇൻ്റലിജൻസ്, നിങ്ങളുടെ ഇൻ്റലക്റ്റും കണക്ട് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എവിടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. കാരണം നിങ്ങൾ വളരെ കറേജിയസ് ആയിട്ട് ഇനി കൂടുതൽ ഒരു പരിധി വരെ ഒരു 80% കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ ആണോ എന്ന് തീരുമാനിക്കുക. അല്ലാതെ ടോട്ടലി എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ഞാൻ മുന്നോട്ടേക്ക് പോകൂ എന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ഇന്നർ എഞ്ചിനീയറിങ്, നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഫൈൻഡ് ദ വിസ്ഡം ഇൻ എക്സ്പീരിയൻസ്, അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനു വേണ്ടി നിങ്ങളുടെ ജീവിത വിജയമാണ് നിങ്ങൾ ഉയർത്തേണ്ടത് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോട്സ് എനർജിയാണ്. ഈ ഒരു ക്യൂൻ ഓഫ് സോട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക വഴിത്താരയിൽ എത്തി നിൽക്കുമ്പോൾ എവിടേക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിലാകാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിങ്ങളൊരു തോട്ട്ഫുൾ ലീഡറായിട്ട് മാറുകയാണ്. പല സാഹചര്യങ്ങളും ഒരു പൊസിഷനിൽ എത്തി നിൽക്കേണ്ടുന്നിടത്ത് എത്തി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ കയ്യിൽ ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ഇവിടെ ഒരു എംപത്തറ്റിക് ആയിട്ട്, ഒരു കമ്പാഷനേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് ദയവും ദാക്ഷിണ്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് അനലൈസ് ചെയ്താണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും കെയർഫുള്ളായിട്ട് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. സ്നേഹവും ദയവും കാരുണ്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറയുമല്ലോ, ഒരു ജഡ്ജി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ദയയും കാരുണ്യമൊക്കെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ദയയും കാരുണ്യം കാണിക്കാം. പക്ഷേ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയുടെ അടുത്ത് ദയയും കാരുണ്യം കാണിക്കാൻ പറ്റില്ല ആ സമയത്ത്. കാരണം അങ്ങനെ ചെയ്താൽ ആ ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം തൊഴിലിൽ നിന്ന് അങ്ങനെ മറികടന്ന് പോവുക. അപ്പോൾ അവിടെ ഒരു ഇൻജസ്റ്റിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ ദയയും കാരുണ്യം കാണിക്കേണ്ടടുത്ത് കാണിക്കുക, പക്ഷെ അതേസമയം തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ തരുന്നത്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ വാഹനം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് പോകാം. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കേ, ഇനി നമ്മൾ ഫയൽ നമ്പർ 2 ഏറ്റുമാനൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഫയൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫയൽ നമ്പർ 2. Ten of Wands, 6 of Cups, Tower moment, High Priestess, King of Cups, Hanged Woman, ഇനി നമുക്ക് ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങൾക്ക് കുറച്ച് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 of Wands എനർജിയാണ്. സോ 10 of Wands എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ചിന്താഗതികൾ, അതായത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒത്തിരി ചിന്താഗതികൾ നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ളതായിട്ടാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 10 of Wands എനർജി, നിങ്ങളൊരു യാത്ര പുറപ്പെടുവാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഉള്ളത്, നിങ്ങൾക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര, നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എങ്കിൽ ആ ഒരു യാത്രയിൽ ഒത്തിരി, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഷോർട്ട് ട്രിപ്പിലാണ് പോകുന്നത്, അപ്പോൾ വലിയ ഭാരങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരിടത്ത് നിന്ന് എന്നേക്കുമായി പോകുന്നതോ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളോടൊപ്പം കൂടെ കൂട്ടേണ്ടി വരും. നമ്മൾ ഒറ്റയ്ക്കല്ലാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് യാത്രയിൽ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകുമ്പോൾ ആ യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒത്തിരി ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, നിങ്ങൾക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ, ഒത്തിരി ഹെവി ബേർഡൻസ് ഉണ്ടാവുമ്പോൾ ഒത്തിരി ഭാരം ചുമന്നുകൊണ്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ഭാരം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് ഉള്ള ഭാരമായിരിക്കും. അതായത് ഒത്തിരി, അതായത് നിങ്ങൾ ചിലപ്പോൾ വീട് മാറുന്നതാണ്, മറ്റൊരിടത്തേക്ക് ദൂരെ മാറുകയാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾ ഫിസിക്കലി ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവാം. ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒത്തിരി ഭാരവുമായിട്ട് പോകുന്നതാവാം. ഇത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ നിങ്ങളുടെ വീട് മറ്റും വിറ്റിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കടോ കാര്യങ്ങളൊക്കെ ഉള്ളത് വീട് വിറ്റിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭാരമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിർത്തിയിട്ട് പോകുന്നതായിരിക്കും, നിങ്ങൾ മറ്റെന്തെങ്കിലും എവിടേക്കെങ്കിലും പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതിവിടെ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള യാത്രയല്ല, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കുമ്പോൾ, നിങ്ങളാണെങ്കിലും ഏതൊരു മനുഷ്യനാണ് നോക്കുന്നതെങ്കിലും, നിങ്ങൾ പോകുന്ന ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒത്തിരി കാലങ്ങളായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതും ത്യജിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് ഒരു സാധാരണ ഏത് മനുഷ്യനും ചിന്തിക്കാൻ കഴിയുള്ളൂ. ആ സമയത്ത് പോസിറ്റീവ് ആകാൻ മറ്റുള്ളവർക്ക് പറയാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് ഫൈൻഡിങ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു യാത്രയിലാണ് നിങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നിങ്ങളെയാണ്, വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്ന നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, എന്തൊക്കെയാണ് മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകേണ്ടത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പാതയിൽ നിങ്ങളുടെ കൂടെ കൂട്ടേണ്ടത് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ വിട്ട് കളയുമ്പോൾ നമ്മൾ എല്ലാം എടുക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് എടുക്കുക.
അപ്പോൾ അതേപോലെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുള്ളത് മാത്രം, എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, ഓവർവെൽംഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ പർപ്പസ്ഫുള്ളി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകളയേണ്ടത് നമ്മൾ വിട്ടുകളയുന്നില്ല. ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും കൂടെ കൊണ്ടുപോവുകയാണ്. കാരണം ഇവിടുത്തെ നിങ്ങളുടെ എനർജി ടവർ മൂവ്മെൻ്റ് ആണ്. ഈ ഒരു ടവർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെന്താണ് കാണുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ്. കാരണം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡ് ചെയ്തിട്ടുള്ളതെല്ലാം തകർന്നു പോകുന്നു എന്നുള്ളൊരു എനർജി. കാരണം ഇവിടെ ചിലരിൽ സ്ട്രോങ് ഒരു എനർജി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട് വിൽക്കാൻ പോകുന്ന സിറ്റുവേഷനോ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് നിങ്ങൾ താമസിച്ചിരുന്നിടത്തു നിന്ന് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മാറുന്നുണ്ടാവും, ബിസിനസ് നിർത്തുന്നുണ്ടാവും, എന്തൊക്കെയോ ടവർ മൂവ്മെൻറ്റ് ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കാണാം താഴെ 2 ജീവികൾ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാഡ്ജേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിരിവിരിച്ചിരിക്കുക. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു നിങ്ങൾ ഉണ്ടാക്കിയത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നില്ല. അതായത് നിങ്ങൾ പുതിയൊരു മേഖലയിലേക്ക് പുതിയൊരു കാലത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് ചില ആളുകൾ ചിന്തിക്കുന്ന നഷ്ടങ്ങൾ വേറൊരു രീതിയിൽ ചില സിറ്റുവേഷന് വരുമ്പോൾ നിങ്ങൾ നേടിയത് മറ്റൊരാൾക്ക് ഏൽപ്പിക്കേണ്ടി വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കെയോസ് ആണ് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊരു ന്യൂ അവയർനെസ് ആണ്, ഒരു ന്യൂ പെർസ്പെക്റ്റീവ് ആണ്. ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളൊരു കാര്യം അവസാനിച്ച പുതിയ ഒന്നിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിത് സർക്കിൾ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? നെവർ എൻഡിങ് ആണ്. മറ്റേത് ഷേപ്പിലേക്ക് പോകുമ്പോഴും ഒരു കോർണർ ഉണ്ടാവും. ഇപ്പോൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ആണെങ്കിൽ ഒരു കോർണർ ഒരു എൻഡിങ് ഉണ്ട്. പക്ഷേ സർക്കിൾ ആ ഒരു പ്രപഞ്ചം പോലെ നെവർ എൻഡിങ് ആണ്. അപ്പോൾ ഒന്ന് അവസാനിച്ചാൽ അവിടെ നിന്ന് തന്നെ പുതിയതൊന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ബെറ്റർ ലൈഫ് വിൽ ബി ഫൗണ്ട്. നിങ്ങൾ അത് കണ്ടെത്തുന്നു എന്നുള്ളത്. ഈ ഒരു ടവർ മൂവ്മെൻറ്റ് എനർജി നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു വഴിയാണ്. കാരണം ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റുമാനൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, ഏറ്റുമാനൂരപ്പൻ മഹാദേവൻ ശിവൻ നിങ്ങൾക്കറിയാം. അതായത് മഹാദേവൻ ആണ് ഈ ഒരു ലോർഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് സംഹാരം. ശിവൻ മഹാദേവൻ സംഹാരമാണ് ശിവൻ്റെ കർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി. അപ്പോൾ സംഹാരം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു അവിടെ സംഹാരം നടന്നാൽ പുതിയ ഒന്നിൻ്റെ ഒരു തുടക്കമാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു പുതിയ നിങ്ങളെ, അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഇവാലുവേറ്റ്, റീഡിറക്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു മാജിക്കാണ്. നമ്മൾ ചിന്തിക്കുക പല കാര്യങ്ങളും. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഖയോസ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വെളിച്ചത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു വെളിച്ചത്തിലേക്കാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു എനർജി 6 ഓഫ് കപ്സ് എനർജിയാണ്. 6 ഓഫ് കപ്സ് എനർജി നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ, അത് നിങ്ങൾ 6 ഓഫ് കപ്സ് എനർജി സറൗണ്ടഡ് ബൈ 10 ഓഫ് wands ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. അതായത് എൻഡിങ് ആണ്. നിങ്ങൾ വേറൊരു ലോകത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചിട്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും, അത് ജീവിതത്തിലുണ്ടായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്. നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിൽ, നൊസ്റ്റാൾജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പഴയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാരബ്ധങ്ങളാണ്, ബന്ധങ്ങളല്ല ഒരിക്കലും. അപ്പോൾ ഈ പഴയ ബന്ധങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇനിയും തിരിച്ചു പോകാം. പ്രാരബ്ധങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡിന്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തം മായാത്ത കുട്ടിക്ക് ഇനിയും നിങ്ങളുടെ പഴയ കളിക്കൂട്ടുകാരെയും കൂടെ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ആളുകളൊക്കെ കണ്ടെത്താനും അവരായിട്ട് ആ ഒരു സൗഹൃദം തിരിച്ച് മെമ്മറീസ് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച ആളുകളായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, തിരിച്ച് പീപ്പിൾ ഫ്രം ദ പാസ്റ്റ്, നല്ല ആളുകൾ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂടെ നിന്ന ആളുകളെ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ള, ഇവിടുത്തെ ഈ ഒരു സ്റ്റക്ക് എനർജി, ഹാങ്ഡ് മാൻ എനർജി, ഇവിടെ നമുക്ക് ഹാങ്ഡ് വുമൺ എനർജിയാണ്. കാരണം ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് നമ്മൾ പറയുമ്പോൾ ഹാങ്ഡ് മാൻ എനർജി യൂഷ്വലി
സ്റ്റക്ക് എനർജി ഫീലിങ്സ് ആണ് നമ്മൾ പറയുന്നത്. ഹാങ് വുമൻ എനർജി കണക്ഷൻസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഫെമിനൈൻ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കൂടുതലായിട്ട് ഇമോഷൻസ് എപ്പോഴും കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന ഫെമിനൈൻ കൺസെപ്റ്റിലാണ്. അപ്പോൾ നമ്മുടെ എനർജി ഒരു ഹാങ്ഡ് മാനിനേക്കാളും ഇവിടെ ഒരു ഹാങ്ഡ് വുമൻ എനർജി ആകുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു എനർജി അല്ലെങ്കിൽ ഉണ്ടാകുന്ന സങ്കടങ്ങൾ, ഇപ്പോൾ ടവർ മൊമെൻ്റ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം അല്ലെങ്കിൽ പിരിമുറുക്കം, ഫ്രസ്ട്രേഷൻ എല്ലാം പതിൽ മടങ്ങ് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടത് അനിവാര്യതയുണ്ട്. ശിവൻ, മഹാദേവൻ ശിവൻ ആദിയോഗിയാണ്. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ, ദൈവിക സാന്നിധ്യത്തിൽ നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു എനർജി നിങ്ങൾക്കറിയാം, ഈ ഒരു എനർജി ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു എനർജി സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം, അതേപോലെ തന്നെ സോളാർ എക്ലിപ്സ് എനർജി, അതേപോലെ ലൂണാർ സൈക്കിൾസ്, ഫുൾ മൂൺ, ന്യൂ മൂൺ ടൈമിലൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. വെളുത്ത മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പ്യൂരിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഹാങ്ഡ് മാൻ അല്ലെങ്കിൽ ഹാങ്ഡ് വുമൺ എനർജി പറയുകയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഒരു സ്റ്റക്ക് എനർജിയാണ്. പക്ഷേ ഈ ഒരു എനർജി ഈ ഒരു എനർജി സറൗണ്ട് ചെയ്തിരിക്കുന്നത് കോസ്മോസിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഒരു തീരുമാനമാണ് ഇതിവിടെ കാണിക്കുന്നത്, ഒരു പോസാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റക്ക് എനർജി, അതായത് നിങ്ങൾ ഒരു ടവർ മൊമെൻറ്റിന് ശേഷം എടുത്തു ചാടി ധൃതി പിടിച്ച് പെട്ടെന്ന് ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. കാരണം ഈ സമയത്ത് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഇമോഷണൽ ആവും, ദേഷ്യം വാശിയൊക്കെ കൂടുതലാവും. ആ ഒരു സമയത്ത് നിങ്ങളൊരു പോസാണ് വേണ്ടത്. വളരെയധികം ഇൻറ്റൻഷനൽ ആയിട്ടുള്ളൊരു പോസാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യം. അപ്പോൾ വിട്ടുകളയേണ്ടുന്നത് വിട്ടുകളയുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. റീഅലൈൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ റീഅലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്, സ്പിരിച്വൽ കണക്ഷൻസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക, പഠിപ്പിക്കുക, കേൾക്കുക, ഇതൊക്കെ നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നുണ്ട്. സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും, ഒന്നും വർക്ക് ആവുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മെർക്കുറി റെട്രോഗ്രേഡിൻ്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ കോസ്മോസ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട്, സ്പിരിച്വൽ കണക്ഷൻസ് ആഗ്രഹിക്കുന്ന നിങ്ങൾ അതൊന്നും അതിലേക്ക് പോകുന്നില്ല. യൂണിവേഴ്സ് ഓൾറെഡി നോ, ഇതൊരു ലൈഫ് ഓൾട്ടറിങ് ആയിട്ടുള്ള ഒരു പാഠമാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ കീ ടു സക്സസ് ആണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം ആണ് എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പവർഫുൾ വിഷൻസ് ഉണ്ടാകുന്നുണ്ട്. രാത്രിയിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വരുന്നുണ്ടാവും, വിഷൻസ്, അതായത് പൂർവാഭാസ്, പ്രമോണിഷൻ എന്ന് നമ്മൾ പറയും. പൂർവാഭാസ് ഹിന്ദിയിൽ, മലയാളത്തിൽ അതിന് പ്രത്യേകിച്ച് പ്രമോണിഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് കൂടാതെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ആ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സൈക്കിക്കായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. സീക്രട്ട് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് വളരെ അധികം, നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഓരോ ഫീലിങ്സ് നിങ്ങളുടെ മൈൻഡിൽ ഈ സമയത്ത് ഒത്തിരി ഫീലിങ്സ് വരുന്നുണ്ട്, ഒത്തിരി നിങ്ങളുടെ വികാരങ്ങളൊക്കെ വരുന്നുണ്ട്, വളരെ നാഗി ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്താണ് ഈ ഓരോ കാര്യത്തിലും വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുക. അപ്പോൾ പേ അറ്റൻഷൻ. ഒരു സയൻസ്, സിങ്ക്രോണിസിറ്റീസ്, അതേപോലെ തന്നെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നത്, ഇതൊക്കെ നിങ്ങൾ ആ ഒരു മറ്റൊരു റിലംന്ന് നിങ്ങൾ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ സഹായിക്കുന്ന സിറ്റുവേഷൻസ്. എഗെയിൻ കിങ് ഓഫ്
കപ്സ് എനർജിയാണ്. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന, ഇമോഷണലി കണക്റ്റഡ് ആവുക, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇമോഷണലി കണക്റ്റഡ് ആവുക, സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ദേഷ്യവാശം, ഫ്രസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും മറ്റുള്ളവരെ കുറിച്ചിട്ട് ചിന്തിക്കാനൊക്കെ കൂടുതൽ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു എനർജി ഇവിടെ ഫുൾ കാർഡാണ് നിങ്ങളുടെ മെയിൻ തീമായിട്ട് വന്നിട്ടുള്ളത്. മെയിനായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കണക്ഷൻസിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് ഫീൽ ചെയ്യാം. പക്ഷേ സ്വയമുള്ള വിശ്വാസം മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക, സെൽഫ് ഡൗട്ട് ഉണ്ടാവരുത്. എങ്ങനെയാണ് ഒരു ഫുൾ എനർജി, ഏത് ധൈര്യത്തിലാണ് മുന്നോട്ടേക്ക് ലൈഫിൽ പോകുന്നത്, അതേ ധൈര്യത്തിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഇപ്പോൾ സ്വയം വിശ്വസിക്കുക, വിശ്വനാഥനിൽ വിശ്വസിക്കുക, വിശ്വത്തിൻ്റെ നാഥനിൽ വിശ്വസിക്കുക. അത് വിശ്വം കാക്കുന്ന നാഥൻ യേശു ആയാലും വിശ്വനാഥൻ മഹാദേവൻ ശിവനായാലും ഏത് ദൈവത്തിലാണെങ്കിലും ആ പ്രപഞ്ചശക്തിയിലാണെങ്കിലും വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ നമ്പർ 3യിലേക്ക് കിടക്കുകയാണ്. സോ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഏറ്റുമാനൂരൊപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നമ്പർ 3 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, Six of Pentacles, Eight of Cups, Three of Wands, Knight of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടെ എനർജി ഓഫ് സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്ന എനർജി ഓഫ് സ്ട്രെങ്ത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. തീരുമാനങ്ങൾ നമ്മൾ പലപ്പോഴും എടുക്കാൻ വൈകുമ്പോൾ പല രീതിയിൽ നമ്മളത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ്, നിങ്ങൾക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത്. കറേജ്, സ്ട്രെങ്ത് ആണ് വേണ്ടത്. കറേജ്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന, വാശി പിടിക്കുക എന്നുള്ളതല്ല. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുക എന്നുള്ളതല്ല. കാംനെസ് ആണ് സ്ട്രെങ്ത്. അതായത് കാമായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ നമ്മൾ പറയുള്ളൂ. അതേ പുഴ തന്നെ രൗദ്രഭാവത്തിൽ വന്നാൽ എങ്ങനെയാവുമെന്ന് നമുക്കറിയാം. പക്ഷെ അത്രയും വലിയൊരു അവസരം വരുന്നില്ല എങ്കിൽ ആ പുഴ ശാന്തമായിട്ട് തന്നെയാണ് ഒഴുകുന്നത്. ആ ഒരു രൗദ്രഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അനാവശ്യമായിട്ടൊരു ശബ്ദം ഉയർത്തുകയോ ദേഷ്യം വാശിയോ എന്നുള്ളതല്ല കറേജ്, ബോൾഡ്നെസ് എന്ന് പറയുന്നത്. ഏതൊരു സാഹചര്യത്തിലും സംയമനം പാലിക്കുകയും വേണ്ടെടുത്ത് ശബ്ദം ഉയർത്തേണ്ടടുത്ത് ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒച്ചയെടുത്ത് പറയുക എന്നുള്ളതല്ല. വളരെ കാമായിട്ട് നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എത്ര ഉയരത്തിലും ഒച്ചത്തിലും പറഞ്ഞാലും കാമായിട്ട് നിന്നുകൊണ്ട് വളരെ ആ ഒരു നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ യുവർ ബിലീഫ്. എന്ത് സിറ്റുവേഷൻ ആയാലും റിമെയിൻ സ്റ്റഡി. ഏത് സിറ്റുവേഷനിലും വളരെ കമ്പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ക്ഷമയോടും കാരുണ്യത്തോടും നോക്കി കണ്ടുകൊണ്ട്, പക്ഷേ ക്ഷമ, കാരുണ്യം എന്നൊക്കെ പറയുന്ന വികാരം ഉണ്ടാകുമ്പോൾ തന്നെ ഒരാളോട് സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് ആ വ്യക്തി ചെയ്ത കർമ്മം, വളരെ നീചമായിട്ടുള്ള കർമ്മം ചെയ്ത വ്യക്തിയോട് സഹാനുഭൂതി കൊണ്ടിട്ട് ആ വ്യക്തിയെ നമുക്കൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സ്നേഹവും കാരുണ്യവും കാണിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരാളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നത് എങ്ങനെയാണ്? അതേസമയം തന്നെ നിയമവും അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ സ്വയം കൈകാര്യം ചെയ്യാതെ ഇപ്പോൾ നിയമത്തിനനുസരിച്ചിട്ട് നിയമത്തിന് കൈകാര്യം ചെയ്യാനുള്ള രീതിയിലേക്ക്, അതായത് വളരെ പക്വമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ വളരെയധികം
ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് മറ്റുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ മാറുന്നുണ്ട്. നിങ്ങളെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒത്തിരി മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പണം തേടി പോകേണ്ടുന്ന ആവശ്യമില്ല, പണം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനൊക്കെയുള്ള ഫലമെല്ലാം കൂടി ഇപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ എപ്പോഴത്തെ സാഹചര്യം എന്താണ്, എങ്ങനെയാണെന്ന് നോക്കാം. ശനിയുടെ ദിശ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഇവിടെ ഒരു പരിധി വരെയുള്ള ആളുകൾക്കും സാറ്റേണിൻ്റെ ബ്ലെസ്സിങ്, അതായത് ശനിയുടേതായിട്ടുള്ള ബ്ലെസ്സിങ്, അതായത് ശനിയുടെ ഒരു സമയം കഴിയുമ്പോൾ, ശനി എന്ന് പറയുന്നത് ടഫ് ടാസ്ക് മാസ്റ്റർ എന്നാണ് നമ്മൾ പറയുക. അതായത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിക്കാനുള്ളത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ എപ്പോഴും വളരെ നിങ്ങൾ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ. നമ്മൾ പലപ്പോഴും നമ്മൾ പക്വതയോട് കൂടിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിസിപ്ലിൻ ഇല്ല, കോൺഫിഡൻസ് ഇല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ആ ടീച്ചർ നിങ്ങൾക്കൊരിക്കലും മാർക്ക് ഇടില്ല, സമ്മാനങ്ങൾ ലഭിക്കുകയുമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു എങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല സമ്മാനങ്ങൾ മറ്റേ ഏത് ടീച്ചേഴ്സും ഇടുന്ന മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശനിയുടേതായിട്ടുള്ള ഒരു ഉപഹാരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതുവരെ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ഫലമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഫലമൊക്കെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്ലാൻസ് എന്താണോ, ഡ്രീംസ് എന്താണോ, അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസ് മാത്രമാണ്. അതൊന്നും ഇപ്പോൾ നിങ്ങളിലേക്ക് ഇല്ല. നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ വളരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം, കരിയറിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ്. ഇതുവരെ അതിനുള്ള ഫലമൊന്നും നിങ്ങൾ പ്രവർത്തിച്ചതിനായിട്ട് ഫലമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള ഫലമൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഹാർഡ് വർക്കിനുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടുള്ള വരുമാനമോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അത് വീണ്ടും തുലാസാണ്. അതായത് അളന്ന് തൂക്കി കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ ചെയ്തത് അതിന് കൃത്യമായിട്ടുള്ള ഫലം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പറയുകയാണ് എങ്കിൽ നിങ്ങൾ നല്ലൊരു രീതിയിൽ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ 2-way അബണ്ടൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളാണ്. നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചു, എത്രത്തോളം പരിശ്രമിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, അതിനനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു. ജനറസ് ആയിട്ട്, അതായത് വളരെ ഔദാര്യപരമായിട്ട് അല്ലെങ്കിൽ വളരെ ലിബറലായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടിരിക്കുക ജീവിതത്തിൽ. ഇപ്പോൾ ഈ ഒരു സമയം ഡൊണേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരിൽ ദയയും ദാക്ഷിണ്യവും, മറ്റുള്ളവരോട് കാണിക്കുക സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ കാണിക്കുക. മുന്നോട്ടേക്ക് ജീവിതത്തിൽ ഒരു പാത, അതായത് അല്ലെങ്കിൽ ഒരു പാഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണോ, ലൈഫ് പേർപ്പസ് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയാണ്. അബണ്ടൻ്റ് എനർജിയാണ്. ഫീൽ ഗുഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് ഫീൽ ഗുഡ് ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻസ് ആണ്. പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കൈകളിൽ എന്താണോ ഉള്ളത് അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വേണ്ടാത്തത് നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റാത്തതോ വേണ്ടാത്തതോ മറ്റാർക്കെങ്കിലും വേണ്ടുന്ന കാര്യം, അതായത് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ, ഈ ഒരു സമയത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ എന്ന് തന്നെ പറയാം, നിങ്ങളുടെ എനർജി കണക്ഷൻസ് വളരെയധികം ഈ വരുന്ന നെക്സ്റ്റ് വീക്ക്, പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോഴിൽ നിന്ന് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് കേട്ടോ.
കാരണം ഈ ഒരു 8 of Cups എനർജി എന്ന് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യുക, വിട്ട് കളയാണ്. നിങ്ങളുടേതല്ലാത്തതൊന്നും നിങ്ങൾ കയ്യിൽ വെക്കുന്നില്ല. നിങ്ങൾ ഒരു തരത്തിലും സ്വാർത്ഥരല്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും അല്ലാത്തതൊന്നും നിങ്ങൾ എടുക്കുന്നില്ല. യു ആർ ലെറ്റിംഗ് ഗോ, യു ആർ റിലീസിങ് ദാറ്റ് ഈസ് നോ ലോങ്ങർ സെർവിങ് യു. ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്തതൊന്നും നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പലരും ഹീൽ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പലരുടെയും ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ബാല്യകാലത്തിൽ അനുഭവിച്ച് തീർത്ത പല കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നതും അനുഭവിച്ച് തീർത്ത കാര്യങ്ങളും ഒക്കെ അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ സുഖപ്പെടുകയാണ്. കാരണം നിങ്ങളെ സങ്കടപ്പെടുത്തിയവരോട്, നിങ്ങളെ ദുഃഖിപ്പിച്ചവരോടൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലൊരു ദേഷ്യവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ അവരെ ഫൊഗീവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, നിങ്ങളുടെ ശരിക്കുള്ള ഡ്രീംസിൻ്റെ പാതയെ പിന്തുടരുക. നിങ്ങളുടെ സന്തോഷം എന്താണോ, നിങ്ങളുടെ ജീവിതം എന്താണോ, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണോ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി. അതേപോലെ തന്നെ 3 of Wands എനർജിയാണ്. കാത്തിരുന്ന ഒടുവിൽ നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയുന്ന ഒരു എനർജി എന്ന് പറയാം. 3 of Wands എനർജി എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചിലരെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഫുൾ മൂൺ, ന്യൂ മൂൺ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ അടുത്തിടകളിൽ ശ്രമിച്ചിട്ടുള്ളവരാണ്. അതേപോലെ തന്നെ 11/11 പോർട്ടൽ ഓപ്പണിംഗ് അതിന് വേണ്ടിയിട്ടുള്ള ആ സമയത്ത് പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവർ ഫുൾ മൂൺ ടൈമിൽ, ന്യൂ മൂൺ ടൈമിലൊക്കെ അടുത്തിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. എനർജി മാനിഫെസ്റ്റേഷൻ ടൈമാണ്. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ റിസൾട്ട് ആഗ്രഹിച്ച ലെവലിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള പരിശ്രമങ്ങൾക്കുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പുതിയ ബന്ധങ്ങൾ, പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹിച്ച പോലെ ഒരു ബിസിനസ്, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഫണ്ടിങ്, വിദേശത്തു നിന്നൊക്കെ ഫണ്ടിങ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അതൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ ഫണ്ടിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് അത് ലഭിക്കുന്നുണ്ട്. ഒരു ലക്കി ബ്രേക്ക് നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്ന സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. പുതിയ ബന്ധങ്ങൾ, പുതിയ ജോലി, പുതിയ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്ന് പറയാം. നൈറ്റ് ഓഫ് സോർട്സ് എനർജി. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ലൈഫ്, അപ്പോൾ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതം നമ്മൾ ചിന്തിച്ച വഴിയിലൂടെ തന്നെ ആയിരിക്കണം എന്നില്ല പോയിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങളുടെ അംബിഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ യു ആർ റണ്ണിങ് ടുവേർഡ്സ് സക്സസ്. നിങ്ങൾ ആഗ്രഹിച്ച ആ വിജയത്തിലേക്ക് നിങ്ങൾ നടന്നെത്തുക അല്ലെങ്കിൽ ഓടിയെത്തുന്ന ഒരു സാഹചര്യമാണ്. അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഡിസ്ട്രാക്ഷൻസ്, നെഗറ്റിവിറ്റീസ് ഒക്കെ നിങ്ങളത് മാറുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പെട്ടെന്ന് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും പറയാം. ഈ ഒരു എനർജി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ സ്പോർട്സുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ സ്പോർട്സിൽ ഏതെങ്കിലും സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൽ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാഹചര്യം കൂട്ടി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതേപോലെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് കണക്ഷൻസ് വളരെ പോസിറ്റീവായിട്ടുള്ള, അതായത് നമ്മളുടെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മഹാദേവൻ ശിവൻ നിങ്ങളെ, ഏറ്റുമാനൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നത്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലുമൊക്കെ അടുത്തിടയ്ക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ന്യൂ മൂൺ, ഫുൾ മൂൺ സമയത്തൊക്കെയുള്ള മാനിഫെസ്റ്റേഷൻ. അപ്പോൾ 11/11 പോർട്ടൽ ടൈമിൽ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റ്
മിറാക്കിൾസ് എന്നുള്ള, അതായത് അത്ഭുതം സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ തീരെ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിൽ കൂടി സംഭവിക്കാം എന്നുള്ളതാണ് കൊണ്ടാണ് മിറാക്കിൾ, വിഷ് ബീയിങ് ഗ്രാൻഡഡ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, നല്ല വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി. നിങ്ങളുടെ സ്റ്റാർസ്, നമ്മൾ ജാതകവശാൽ പറയുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ നില നിങ്ങളുടെ ഫേവറിലാണ്, അതായത് നിങ്ങളെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുന്ന നിലയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെ ഒരു എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.